നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിലവസരങ്ങളിലേക്ക്. വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി, കാത്ത് ലാബ് ടെക്നീഷ്യൻ, കേരള ജല അതോറിറ്റിയിൽ അസിസ്റ്റന്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിനിൽ മെഡിക്കൽ ഓഫീസർ സിദ്ധ, ടൂറിസം വകുപ്പിൽ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ, ആരോഗ്യ വകുപ്പിൽ ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ്, ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2, ആർക്കിയോളജി വകുപ്പിൽ ലബോറട്ടറി അസിസ്റ്റന്റ്, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, കേരള ജല അതോറിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് 3, ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സ്റേ തുടങ്ങി 46 കാറ്റഗറികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കാറ്റഗറി നമ്പർ 520/2023 മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി തസ്തികയിൽ അപേക്ഷിക്കുവാനുള്ള യോഗ്യത DM, DNB നെഫ്രോളജിയാണ്. കൂടാതെ കേരള സംസ്ഥാന മെഡിക്കൽ കൗൺസിലിൽ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മോഡേൺ മെഡിസിനിൽ സ്ഥിരം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പ്രതീക്ഷിത ഒഴിവുകളാണ് ഉള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായം 22-നും 45-നും ഇടയിൽ. UGC മാനദണ്ഡ പ്രകാരമുള്ള ശമ്പളമാണ് ലഭിക്കുക. കാറ്റഗറി നമ്പർ 521/2023 കേരള ജല അതോറിറ്റിയിൽ അസിസ്റ്റന്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ ഒരൊഴിവാണ് ഉള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ദേശീയ സ്ഥാപനങ്ങളിൽ നിന്നോ കേരള സർക്കാർ സ്ഥാപിച്ച അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിച്ച MCA, BTech, MSc അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യത. ശമ്പളം 56,500 മുതൽ 1,23,700 വരെ. പ്രായം 18-നും 36-നും ഇടയിൽ. കാറ്റഗറി നമ്പർ 522/2023 ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിനിൽ സിദ്ധ വിഭാഗത്തിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനുള്ള വിദ്യാഭ്യാസ യോഗ്യത സിദ്ധ മെഡിസിനിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൽ നിന്നുള്ള A ക്ലാസ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഒരൊഴിവാണ് ഉള്ളത്. ശമ്പളം 55,200 മുതൽ 1,15,300 രൂപ വരെ. പ്രായം 19-നും 41-നും ഇടയിൽ. കാറ്റഗറി നമ്പർ 523/2023 ടൂറിസം വകുപ്പിൽ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയിൽ ഒരൊഴിവാണ് നിലവിലുള്ളത്. യോഗ്യത ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. അംഗീകൃത സർവകലാശാല കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ് ഇവയിൽ ഏതിലെങ്കിലും നിന്ന് ടൂറിസം പബ്ലിക് റിലേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് നടത്തുന്ന ഗൈഡ് ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് കീഴിലുള്ള തത്തുല്യമായ ഏതെങ്കിലും പരിശീലന കോഴ്സ് അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും തത്തുല്യമായ ഉയർന്ന പരിശീലന കോഴ്സ് വിജയിച്ചിരിക്കണം. ഒരൊഴിവാണ് ഉള്ളത്. ശമ്പളം 50,200 മുതൽ 1,05,300 വരെ. പ്രായം 20-നും 36-നും ഇടയിൽ. കാറ്റഗറി നമ്പർ 535/2023 വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയിൽ അപേക്ഷിക്കുവാനുള്ള യോഗ്യത 7ാം ക്ലാസ് വിജയമാണ്. ഉദ്യോഗാർത്ഥികൾ ബിരുദ യോഗ്യത ഉള്ളവർ ആയിരിക്കരുത്. പ്രതീക്ഷിത ഒഴിവുകളാണ് നിലവിലുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായം 18-നും 36-നും ഇടയിൽ. ശമ്പളം 23,300 മുതൽ 50,200 വരെ. മറ്റ് തസ്തികകൾ, യോഗ്യത, പ്രായം എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in പരിശോധിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജനുവരി 17. ഇന്ത്യൻ നേവിയിൽ വിവിധ കമാൻഡുകളിലും യൂണിറ്റുകളിലും
ഒഴിവുള്ള തസ്തികകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ചാർജ്മാൻ, സീനിയർ ഡ്രാഫ്റ്റ്മാൻ, ട്രേഡ്സ്മാൻ മെയ്ഡ് വിഭാഗങ്ങളിലായി ആകെ 910 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് തിരഞ്ഞെടുപ്പ്. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാം. ചാർജ്മാൻ തസ്തികയിൽ അപേക്ഷിക്കുവാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങൾ ഉൾപ്പെട്ട സയൻസ് ബിരുദമാണ്. അല്ലെങ്കിൽ കെമിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 42 ഒഴിവുകളാണ് ഉള്ളത്. പ്രായം 18-നും 25-നും ഇടയിൽ. ശമ്പളം 35,400 മുതൽ 1,12,400 രൂപ വരെ. സീനിയർ ഡ്രാഫ്റ്റ്മാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യത 10ാം ക്ലാസ് ജയം അല്ലെങ്കിൽ തത്തുല്യമാണ്. ഡ്രാഫ്റ്റ്മാൻഷിപ്പിൽ 2 വർഷ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ശമ്പളം 35,400 മുതൽ 1,12,400 വരെ. പ്രായം 18-നും 27-നും ഇടയിൽ. 10ാം ക്ലാസ് വിജയവും ബന്ധപ്പെട്ട ട്രേഡിൽ ITIയുമാണ് ട്രേഡ്സ്മാൻ മെയ്ഡ് വിഭാഗത്തിലേക്ക് ഉള്ള വിദ്യാഭ്യാസ യോഗ്യത. പ്രായം 18-നും 25-നും ഇടയിൽ. അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. 610 ഒഴിവുകളാണ് നിലവിലുള്ളത്. 295 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST വിഭാഗക്കാർ, വനിതകൾ, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസില്ല. കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ പരീക്ഷ വഴിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2023 ഡിസംബർ 31. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾക്കായി www.indiannavy.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അസിസ്റ്റന്റ് തസ്തികയിലേക്ക് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി അപേക്ഷ ക്ഷണിച്ചു. ആകെ 300 ഒഴിവുകളാണ് നിലവിലുള്ളത്. കേരളത്തിൽ 30 ഒഴിവുകളുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതുവാനും വായിക്കുവാനും സംസാരിക്കുവാനും അറിഞ്ഞിരിക്കണം. പ്രായം 21-നും 30-നും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ അർഹരായവർക്ക് ഇളവ് ലഭിക്കുന്നതാണ്. ശമ്പളം 22,405 മുതൽ 62,265 രൂപ വരെ. അപേക്ഷാ ഫീസ് 1000 രൂപ. SC ST വിഭാഗത്തിൽപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും 250 രൂപയാണ്. GST നിരക്ക് കൂടി ചേർത്താണ് ഫീസ് അടയ്ക്കേണ്ടത്. കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജനുവരി 6. കൂടുതൽ വിവരങ്ങൾക്ക് uiic.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതോടെ ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.